പെരിങ്ങാട് പുഴയോരത്തെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനും കണ്ടൽ വനങ്ങൾ സംരക്ഷിക്കാനുമായി ചാവക്കാട് ഭൂരേഖ തഹസിൽദാർ പുറത്തിറക്കിയ ഉത്തരവ് 8 വർഷം പിന്നിട്ടിട്ടും നടപ്പായില്ലെന്ന ആരോപണം ശക്തമാകുന്നു. വേമ്പനാട് വില്ലേജിലെ 94.77 ഹെക്ടർ ഭൂമി റിസർവ് വനമായി പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിലാണ് ഉത്തരവുണ്ടായത്. റിസർവ് ഫോറസ്റ്റ് സെക്ഷൻ 4 പ്രകാരം നോട്ടിഫിക്കേഷൻ ചെയ്ത പ്രദേശം വരെ സ്വകാര്യ വ്യക്തികൾ വ്യാപകമായി കയ്യേറ്റം നടത്തിയിട്ടുണ്ടെന്നാണ് നാട്ടുകാരുടെയും പരിസ്ഥിതി പ്രവർത്തകരുടെയും ആരോപണം. വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ പെരിങ്ങാട് പുഴയുടെ തീരപ്രദേശങ്ങളിൽ സംയുക്ത പരിശോധന നടത്തിയിരുന്നു. പാവറട്ടി വെങ്കിടങ്ങ് മേഖലകളിലായിരുന്നു പരിശോധനാ റിപ്പോർട്ടിൽ പുഴയോര മേഖലകളിൽ വ്യാപകമായ കയ്യേറ്റങ്ങൾ നടന്നതായി കണ്ടെത്തിയിരുന്നു. സ്വാഭാവിക കണ്ടൽ വനങ്ങളെ സംരക്ഷിക്കാനും അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനും ബന്ധപ്പെട്ട വകുപ്പുകൾ ചേർന്ന് പ്രത്യേക യോഗവും സംഘടിപ്പിച്ചിരുന്നു. തുടർന്ന് പുറത്തിറക്കിയ ഉത്തരവിലൂടെ പാവറട്ടി വേമ്പനാട് വില്ലേജുകളിലെ പുഴയോര കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനും കണ്ടൽ വന സംരക്ഷണ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കുന്നതിനുമായി പാവറട്ടി വേമ്പനാട് വില്ലേജ് ഓഫീസർമാരെയും പാവറട്ടി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെയും ചുമതലപ്പെടുത്തിയിരുന്നു. ഭൂരേഖ തഹസിൽദാർ ജ്യോതി VB ഒപ്പുവെച്ച ഉത്തരവ് നിലവിലുണ്ടായിരിക്കെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഫലപ്രദമായ നടപടികൾ ഉണ്ടായില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി. കയ്യേറ്റങ്ങളും മാലിന്യ നിക്ഷേപവും തുടരുന്നതിനാൽ കണ്ടൽ വന സമ്പത്ത് ഗുരുതര ഭീഷണിയിലാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. ഹൈക്കോടതി നിർദ്ദേശങ്ങളും റവന്യൂ വകുപ്പിന്റെ ഉത്തരവും നിലനിൽക്കെയുണ്ടായ അനാസ്ഥയ്ക്കെതിരെ പരിസ്ഥിതി പ്രവർത്തകരും പ്രതിഷേധം ശക്തമാക്കിയിട്ടുണ്ട്. പെരിങ്ങാട് പുഴയോട് ചേർന്ന് നടത്തിയ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് സർക്കാർ ഭൂമി വീണ്ടെടുക്കുകയും കണ്ടൽ വനങ്ങൾ സംരക്ഷിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും വിവിധ കോണുകളിൽ നിന്ന് ആവശ്യം ഉയരുകയാണ്.